മികവിന് വേണ്ടിയിട്ടാണ് സ്വകാര്യ സർവകലാശാലകൾ സംസ്ഥാനത്ത് കൊണ്ടുവരുന്നത്, സംസ്ഥാനത്ത് അനുവദിക്കുന്നതെന്ന് മുഖ്യമന്ത്രി പറയുമ്പോൾ ഇത്രയും കാലം എന്തുകൊണ്ട് അനുവദിച്ചില്ല എന്ന ചോദ്യം സംഗതമാണ്. ഈ മികവിനെയാണോ നിങ്ങൾ തടുത്തു നിർത്തിയിരുന്നത് എന്നുള്ളത് ചോദ്യമാണ്. UDF സർക്കാരിന്റെ കാലത്ത് സ്വകാര്യ സർവകലാശാലകൾ ഒരു പ്രപ്പോസലായി വന്നപ്പോൾ അതിനെ അതിശക്തമായി എതിർത്തതാണ് ഇടത് മുന്നണിയും അതുപോലെ തന്നെ SFIയും ഒക്കെ. ഇപ്പോ ഇത്രയും കാലം വേണ്ടി വന്നോ ബോധോദയത്തിന് എന്ന ചോദ്യമാണ് കേരളം ചോദിക്കുന്നത്. ഇവിടെ പറഞ്ഞ രണ്ട് ഭാഗത്തെയും ഇപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് പിണറായി സർക്കാർ മുന്നോട്ട് വെച്ച ഈ പുതിയ സർവകലാശാല ബില്ലും അതോടൊപ്പം തന്നെ നേരത്തെ UDFിൻ്റെ കാലത്തെ സമരത്തെ അങ്ങ് ഇവിടെ സൂചിപ്പിച്ചു. അതിനെ രണ്ടായി കാണുക എന്നതാണ് വളരെ പ്രധാനപ്പെട്ടത്. അത് എനിക്ക് തോന്നുന്നു ഒരു വളരെ തെറ്റായ നിലയിലുള്ളൊരു പ്രചരണമായി അതുമായി ബന്ധപ്പെട്ട് നടന്നത്. കാരണം അന്ന് UDFിൻ്റെ കാലത്ത് ഗ്ലോബൽ എഡ്യൂക്കേഷൻ മീറ്റ് ഉൾപ്പെടെ നടത്താൻ തീരുമാനിച്ച SFIയുടെ സംസ്ഥാന സെക്രട്ടറിയാണ് ഞാൻ. അന്ന് നടത്തിയ സമരവും സമരത്തിൻ്റെ മുദ്രാവാക്യത്തെയും വളരെ തെറ്റായ നിലയിലാണ് ഇന്ന് അവതരിപ്പിക്കപ്പെടുന്നത്. അന്ന് 2016 UDFിൻ്റെ ഗവൺമെൻറ് ശ്രീ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് അന്ന് ഒരു സ്പെഷ്യൽ എഡ്യൂക്കേഷൻ സോൺ കൊണ്ടുവരിക എന്നതായിരുന്നു അന്നത്തെ തീരുമാനം. അത് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിയുമായിട്ട് താരതമ്യപ്പെടുത്താൻ പറ്റുന്ന ഒന്നല്ല. ഇപ്പോൾ കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് മുന്നോട്ട് വെച്ച ഈ യൂണിവേഴ്സിറ്റി ബില്ലുമായി യാതൊരു തരത്തിലും ബന്ധമില്ലാത്ത ഒന്നാണ്. ആ ബന്ധമില്ലെന്ന് മാത്രമല്ല, കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മേഖലയിൽ പ്രത്യേകിച്ച് ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ വലിയ കോട്ടങ്ങൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു തീരുമാനമാണ് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ സോണിലൂടെ അന്ന് UDFിൻ്റെ ഗവൺമെന്റ് മുന്നോട്ട് വെച്ചത്. അന്ന് ഒരു സമിതിയെ വെക്കുകയും ആ സമിതി 2016 കാലത്ത് തന്നെ സ്വകാര്യ സർവകലാശാലകൾ ശുപാർശ ചെയ്യുകയും ഒക്കെ ചെയ്തതാണ്. ഉന്നത വിദ്യാഭ്യാസ കൗൺസിൽ അന്ന് നയിച്ചിരുന്നത് TP ശ്രീനിവാസനായിരുന്നു. താങ്കൾ SFIയുടെ സംസ്ഥാന സെക്രട്ടറി ആയിരിക്കുമ്പോഴാണ് എന്നാണ് എൻ്റെ ഓർമ്മ. അദ്ദേഹം കോവളത്ത് വെച്ച് ആക്രമിക്കപ്പെടുന്നത് പോലും വിദ്യാഭ്യാസ സംഗമവുമായി ബന്ധപ്പെട്ട്. ഇവിടെ ഇപ്പോൾ ശരി, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി 2016 അധികാരത്തിൽ വന്നല്ലോ പിണറായി വിജയന്റെ നേതൃത്വത്തിൽ. അന്ന് തന്നെ ആകാമായിരുന്നു സ്വകാര്യ യൂണിവേഴ്സിറ്റികൾ. അതിന് മുൻപ് VS അച്യുതാനന്ദൻ ഭരിച്ചപ്പോൾ MA ബേബി വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നപ്പോൾ ആകാമായിരുന്നു. ഇന്ന് രാജ്യത്ത് 430 പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികൾ ഉണ്ട്. ആ ബസ് പോയി കഴിഞ്ഞിട്ട് കൈ കാണിക്കുന്നത് പോലെ ഇപ്പോൾ ഞങ്ങൾ 2025 ആകുമ്പോൾ മികവിന് സ്വകാര്യ മൂലധനം വിദ്യാഭ്യാസ മേഖലയിലേക്ക് ഇറങ്ങണം, കൂടുതൽ സ്ഥാപനങ്ങൾ ഉണ്ടാകണമെന്ന് തോന്നുമ്പോൾ അതിലൊരു തെറ്റിദ്ധരുത്തലില്ലേ എന്നുള്ളതാണ് എൻ്റെ സംശയം. അല്ല, ഇവിടെ അതിനെ വളരെ കൃത്യമായി ഞാൻ പറഞ്ഞ് പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ അങ്ങയുടെ ഉത്തരത്തിലേക്ക് തന്നെയാണ് എത്തുന്നത്, അങ്ങയുടെ ചോദ്യത്തിൻ്റെ ഉത്തരത്തിലേക്ക് തന്നെയാണ് എത്തുന്നത്. അതിൽ വളരെ പ്രധാനമായും അന്ന് UDFിൻ്റെ കാലത്ത് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ സോൺ അന്ന് അവർ വിഭാവനം ചെയ്തത് 100 ഏക്കർ സ്ഥലത്ത് ഒരു പ്രത്യേക സംവിധാനമാണ്. ആ സ്പെഷ്യൽ എഡ്യൂക്കേഷൻ സോൺ എന്നത് അന്ന് നമ്മൾ തന്നെ ഉയർത്തിയത് സ്പെഷ്യൽ എക്കണോമിക് സോൺ പോലെ, അതിന് പ്രത്യേക GST ഉൾപ്പെടെ ബാധകമല്ലാത്ത എക്കണോമിക് സോൺ എന്ന പോലെ സ്പെഷ്യൽ എഡ്യൂക്കേഷൻ സോൺ വരുമ്പോൾ അന്ന് വിദേശത്തുള്ള ഒരിക്കലും ഇവിടുത്തെ കുട്ടികൾ ആകർഷിക്കുന്ന യൂണിവേഴ്സിറ്റികളായിരുന്നില്ല. അത് നമ്മളന്ന് ശക്തമായി ഉയർത്തിപ്പിടിച്ചതാണ്. ഇന്ന് നമ്മൾ കാണുന്ന സ്റ്റാൻഫോർഡോ ഓക്സ്ഫോർഡോ അല്ലെങ്കിൽ അതുപോലുള്ള യൂണിവേഴ്സിറ്റികളെയാണ് നമ്മളിപ്പോൾ സ്വപ്നം കാണുന്നത്. ആ സ്വപ്നം കാണുന്ന ഒരു യൂണിവേഴ്സിറ്റികളുമായിരുന്നില്ല. അതിൽ വളരെ പ്രധാനമായും അന്ന് ഉമ്മൻചാണ്ടിയുടെ കാലഘട്ടത്തിൽ കേരള നിയമസഭയിൽ തന്നെ അതുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം, നക്ഷത്ര ചിഹ്നമിട്ട ചോദ്യം 111 അന്ന് ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ ഉൾപ്പെടെ ചോദിച്ച ചോദ്യത്തിന് വിദേശ സർവകലാശാലകൾ സംഗമത്തിൽ പങ്കെടുക്കുന്നുണ്ടല്ലോ, ഏതെല്ലാം സർവകലാശാലയാണ് രജിസ്റ്റർ ചെയ്തത് എന്ന ചോദ്യത്തിന് അന്നത്തെ ഗവൺമെൻറ്റിന് യൂണിവേഴ്സിറ്റികളുടെ പേര് പോലും കൃത്യമായിട്ട് കൊടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അന്ന് നമ്മൾ കൃത്യമായി അതിൻ്റെ മറുപടിയും വളരെ രസകരമാണ്. അതിന് മറുപടി അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രി അതിന് കൊടുത്തത്, അതിൽ 47 പേർ ദേശീയ സ്ഥാപനങ്ങൾ 86 പേർ സംസ്ഥാന സ്ഥാപനങ്ങളെയും പ്രതികരിച്ചുകൊണ്ടാണ് പങ്കെടുക്കുന്നത്. യൂണിവേഴ്സിറ്റിയുടെ പേര് പോലും കൊടുക്കാൻ വേണ്ടി തയ്യാറായിരുന്നില്ല. അന്ന് ഇവിടെ സ്പെഷ്യൽ വിദ്യാഭ്യാസ എഡ്യൂക്കേഷൻ സോൺ ഉണ്ടാക്കിക്കൊണ്ട് റിസർവേഷൻ നിയമമില്ല, ഫീസ് നിയമമില്ല, അധ്യാപകൻ്റെ നിയമനവുമായി ബന്ധപ്പെട്ട ക്വാളിഫിക്കേഷൻ ഇല്ല, മെറിറ്റ് ഇല്ല, SC/ST സംവരണമില്ല, പൂർണ്ണമായും ഒരു കച്ചവടത്തിന്റെ സാധ്യതയെ തുറന്നു വെച്ചതിനെയാണ് അന്ന് ഞങ്ങൾ ശക്തമായി എതിർത്തത്. പക്ഷേ ഇവിടെ നോക്കൂ, ഇവിടെ അതിൽ നിന്നെല്ലാം വളരെ വ്യത്യസ്തമായി കൃത്യമായി കേരളത്തിൽ മെറിറ്റ്, സാമൂഹ്യ നീതി അത് ഉറപ്പുവരുത്തിക്കൊണ്ടാണ് കേരളത്തിൽ ഈ പുതിയ ബിൽ കേരളത്തിലെ ഗവൺമെന്റ് ഇപ്പോൾ മുന്നോട്ട് വെക്കാൻ വേണ്ടി പോകുന്നത്. അതിലെല്ലാം ഉൾച്ചേർന്നിട്ടുണ്ട്, സാമൂഹ്യ നീതി ഉൾപ്പെടെ. സ്വാശ്രയ കോളേജുകൾക്ക് അനുമതി കൊടുക്കാൻ നേരത്തെ അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന AK ആന്റണി പറഞ്ഞത് 2 സ്വാശ്രയ കോളേജ് സമം ഒരു സർക്കാർ കോളേജ്, 50% സീറ്റുകൾ മെറിറ്റിലാണ്. അപ്പോൾ 50% സീറ്റുകൾ സർക്കാർ കോളേജിൽ കിട്ടുന്നത് മാതിരി ഒരു സ്വാശ്രയ കോളേജ് വരുമ്പോൾ അവരുടെ 100 സീറ്റ് ഉണ്ടെങ്കിൽ 50 സീറ്റ് മെറിറ്റിൽ കിട്ടും. അങ്ങനെ 2 സ്വകാര്യ കോളേജ് വന്നാൽ ഒരു സർക്കാർ കോളേജിന് സമമായി എന്ന ഇപ്പോൾ താങ്കൾ പറഞ്ഞതുപോലെ യുക്തിയുടെ അടിസ്ഥാനത്തിലാണ് സ്വാശ്രയ കോളേജുകൾക്ക് അനുമതി കൊടുത്തത്. അതിനെ തുടർന്നാണ് കേരളം കണ്ട ഏറ്റവും വലിയ വിദ്യാർത്ഥി പ്രക്ഷോഭം അതിനുശേഷം ഉണ്ടായത്. ഞാൻ ആ ചരിത്രത്തിലേക്ക് ഒന്നും പോകുന്നില്ല, നമുക്ക് വർത്തമാനത്തിൽ നിൽക്കാം.